നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. അഞ്ചലിൽ ഓട്ടോറിക്ഷയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് അപകടം. ഓട്ടോറിക്ഷ ഡ്രൈവർ മരിച്ചു. അഞ്ചൽ ചണ്ണപ്പേട്ട സ്വദേശി പ്രവീണാണ് മരിച്ചത്. സർക്കാർ സംവിധാനങ്ങളുടെ ആധുനികവൽക്കരണം വേഗത്തിലാക്കിയതിലൂടെ സേവനങ്ങൾ മികവുറ്റതാക്കാനായെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. കൊട്ടാരക്കര രവി നഗറിൽ 1000 പേർക്ക് തൊഴിലുറപ്പാക്കുന്ന IT പാർക്കിന്റെ ടെൻഡർ കോൺട്രാക്ട് നടപടികൾ പൂർത്തീകരിച്ചതായും മന്ത്രി. കൊട്ടാരക്കര സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. തെക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട മഴ. സംസ്ഥാനത്ത് ശനിയാഴ്ചയും മഴ സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ട്. വിശദമായ വാർത്തകളിലേക്ക്. ഓട്ടോറിക്ഷയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർ മരിച്ചു. അഞ്ചൽ ചണ്ണപ്പേട്ട സ്വദേശി പ്രവീണാണ് മരിച്ചത്. അഞ്ചൽ പുനലൂർ റോഡിൽ ചുടുകട്ട ജംഗ്ഷനിലായിരുന്നു അപകടം. ഓട്ടോറിക്ഷയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അഞ്ചൽ ചണ്ണപ്പേട്ട മീൻകുളം സ്വദേശി പ്രവീണാണ് മരിച്ചത്. അഞ്ചൽ പുനലൂർ റോഡിൽ ചുടുകട്ട ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടുകൂടിയാണ് അഞ്ചലിൽ നിന്നും പുനലൂരിലേക്ക് പ്രവീൺ ഓട്ടം പോയത്. ഓട്ടോയിലുണ്ടായിരുന്ന യാത്രക്കാരനും പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ പ്രവീണിനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തിരുവനന്തപുരം അനന്തപുരി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അഞ്ചൽ മിഷൻ ആശുപത്രിയിലെ ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവറായിരുന്നു ഇദ്ദേഹം. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. നീണ്ടകരയിൽ നിന്നും ഭൂമി പാട്ടത്തിനെടുത്ത് കരിമണൽ ഖനനത്തിന് ശേഷം തിരിച്ച് മണ്ണിട്ട് നികത്തി അവിടുത്തെ കുടുംബങ്ങൾക്ക് തന്നെ കൈമാറുന്ന സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി പി രാജീവ്. ഇക്കാര്യം മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് നൽകാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. നീണ്ടകരയിൽ നിന്നും ഭൂമി ലീസിനെടുക്കാൻ അനുമതി ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. നീണ്ടകരയിൽ നിന്നും ഭൂമി പാട്ടത്തിനെടുത്ത് കരിമണൽ ഖനനത്തിന് ശേഷം തിരിച്ച് മണ്ണിട്ട് നികത്തി അവിടുത്തെ കുടുംബങ്ങൾക്ക് തന്നെ കൈമാറുന്ന സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം മൈനിങ്ങിന്റെ പല രീതികൾ. ഇപ്പൊ നമ്മൾ നീണ്ടകരയിൽ ലീസിന്റെ പ്രശ്നമായിട്ടും റവന്യൂ പല പ്രശ്നങ്ങളെല്ലാം വന്നെങ്കിലും അവിടെ ലീസിനെടുത്ത് അത് നമ്മൾ അവിടെ നിന്ന് മിനറൽസ് എടുത്തതിന് ധാതുക്കൾ എടുത്ത് തിരിച്ച് അവിടെ തന്നെ അത് ഫില്ല് ചെയ്ത് അവർക്ക് തന്നെ കൈമാറുക എന്ന ആ സംവിധാനം അത് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കാനായി ബഹുമാനായ മുഖ്യമന്ത്രി ഉത്തരവിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അധികം വൈകാതെ അടുത്ത ക്യാബിനറ്റിലോ പിന്നത്തെ ക്യാബിനറ്റിലോ നമുക്ക് ലീസിന് ഉള്ള അനുമതി നീണ്ടകരയ്ക്ക് നൽകാൻ കഴിയുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഇപ്പൊ തന്നെ IRA അത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കും അത് ഉപയോഗിക്കാൻ കഴിയും. പിന്നെ നിങ്ങൾ ആരും അങ്ങനെ ഉറപ്പിച്ച് പ്രതീക്ഷിക്കാതിരുന്നതാണ് ഈ ക്യാഷ് മേഖലയിലേക്ക് കൊണ്ടുവരുന്നത്. ഇക്കാര്യം മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കാനായി മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. അധികം വൈകാതെ മന്ത്രിസഭ തീരുമാനമെടുക്കും. നീണ്ടകരയിൽ നിന്നും ലീസിന് ഭൂമിയെടുക്കുന്ന അനുമതി ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. IRA അത് നടപ്പാക്കുന്നുണ്ട്. KMML-നും അതിന് കഴിയും. 2 വർഷം പൂർത്തീകരിച്ച തൊഴിലാളികളെ കൂടി കാഷ്വൽ തൊഴിലാളികളായി അംഗീകരിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുണ്ട്. ടൈറ്റാനിയം സ്പോഞ്ച് ഫാക്ടറിയിൽ ജോലി ചെയ്തവരെ DCW തൊഴിലാളികളായി അംഗീകരിച്ചിട്ടുണ്ട്. ഇനി വരുമ്പോൾ ആദ്യ പരിഗണന അവർക്കായിരിക്കും. പിന്നീട് മറ്റുള്ളവരെ ഘട്ടം ഘട്ടമായി എടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചവറ. സിംഗപ്പൂര് പോലെ കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റാനാണ് UDF ലക്ഷ്യമിടുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംഘപരിവാറിന്റെ അതേ പാതയിലാണ് കേരള മുഖ്യമന്ത്രിയും സഞ്ചരിക്കുന്നത്. വർഗീയതയ്ക്കെതിരെ നിലപാടെടുക്കുന്നത് UDF മാത്രമാണെന്നും VD സതീശൻ പറഞ്ഞു. ചാരുമൂട്ടിൽ UDF പുതിയുഗ യാത്രയിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സിംഗപ്പൂര് പോലെ കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റാനാണ് UDF ലക്ഷ്യമിടുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ചാരുമൂട്ടിൽ UDF പുതിയുഗ യാത്രയിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സംഘപരിവാറിന്റെ അതേ പാതയിലാണ് കേരള മുഖ്യമന്ത്രിയും സഞ്ചരിക്കുന്നതെന്നും വർഗീയതയ്ക്കെതിരെ നിലപാടെടുക്കുന്നത് UDF മാത്രമാണെന്നും VD സതീശൻ പറഞ്ഞു.
സദ്ഭരണം. അതാണ് തരുന്നത്. നമുക്കൊരു വലിയ സ്വപ്നതുല്യമായ പദ്ധതിയുണ്ട്. കേരളത്തിന്റെ തീരപ്രദേശം 600 കിലോമീറ്റർ കടലാണ്, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, ഒരു കണ്ടെയ്നർ ടെർമിനൽ, 17 മിനി തുറമുഖങ്ങൾ, എല്ലാം സംയോജിപ്പിച്ച് മിഷൻ സമുദ്ര എന്ന പേരിൽ നമ്മൾ കോസ്റ്റൽ ഷിപ്പിംഗ് ആരംഭിക്കും. ഈ റോഡിലൂടെ പോകുന്ന ചരക്കുകളുടെ 70% നമ്മൾ കടലിലൂടെ കൊണ്ടുപോകും, 4-1 ചെലവ്. രണ്ടാമത് ക്രൂയിസ് ഷിപ്പിംഗ്, പാസഞ്ചേഴ്സ് വരും. മൂന്നാമത് നദികളെ കൂടി സംയോജിപ്പിച്ചുള്ള സമഗ്രമായ ടൂറിസം പദ്ധതി. സിംഗപ്പൂർ പോലെ, സിയാറ്റിൽ പോലെ കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റുക എന്നത് UDFന്റെ സ്വപ്നമാണ്. ഇവിടെ വർഗീയതയാണ് ചർച്ച, വികസനമല്ല ചർച്ച. BJPക്കാണ് എപ്പോഴും വർഗീയത പറയും, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, അല്ലേ? ആ സംഘപരിവാറിന്റെ അതേ പാതയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഞ്ചരിക്കുകയാണ്, CPM സഞ്ചരിക്കുക. ഡൽഹിയിലെ ചേട്ടൻ ബാവയും തിരുവനന്തപുരത്ത് അനിയൻ ബാവയും ഒരേ തോണിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ വർഗീയതയ്ക്ക് ഇപ്പോൾ തിരികൊത്തി കൊടുത്തിരിക്കുന്നത് പിണറായി വിജയനാണ്. കാരണം വിഷയങ്ങൾ മാറ്റണം, വർഗീയതയാവണം ചർച്ച. കൊടിക്കുന്നിൽ സുരേഷ് MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോശി M കോശി അധ്യക്ഷത വഹിച്ചു. VK ശ്രീകണ്ഠൻ MP, ബെന്നി ബെഹനാൻ MP, G ഹരിപ്രകാശ്, M അമൃതേശ്വരൻ എന്നിവർ പങ്കെടുത്തു. ശൂർനാട് സമര രക്തസാക്ഷി പനത്താഴ രാഘവന്റെ മകൻ സലീം കുമാറിന് കോൺഗ്രസിൽ അംഗത്വവും നൽകി. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. KSRTC പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കൊല്ലം ജില്ലാ കൺവെൻഷൻ 1 കൊട്ടാരക്കരയിൽ നടക്കും. KSRTC ജീവനക്കാർക്കെതിരായ സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചുള്ള പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിച്ചാണ് കൺവെൻഷൻ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ കൊല്ലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. KSRTC പെൻഷൻകാരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നേതൃത്വം നൽകുന്ന ട്രാൻസ്പോർട്ട് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ കൊല്ലം ജില്ലാ കൺവെൻഷനാണ് മാർച്ച് 1 കൊട്ടാരക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഹാളിൽ നടക്കുന്നത്. മുൻ MLA ഐഷ പോറ്റി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് P അനിൽ പടിക്കൽ അധ്യക്ഷത വഹിക്കും. സംസ്ഥാന ജനറൽ സെക്രട്ടറി VK രാജേന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തുമെന്ന് ഭാരവാഹികൾ കൊല്ലത്ത് അറിയിച്ചു. കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് മുൻ MLA ശ്രീമതി ഐഷ പോറ്റി അവരാണ്. കഴിഞ്ഞ 2 ശമ്പള പരിഷ്കരണങ്ങളിൽ, അതായത് 2016-ലും 2021-ലും കഴിഞ്ഞ 10 വർഷക്കാലം LDF ഗവൺമെന്റ് ഭരണം നടത്തിയിട്ടും KSRTCയിലെ പെൻഷൻകാർക്ക് അതായത് ക്ഷാമാശ്വാസം അനുവദിച്ചിട്ടില്ല. അപ്പോൾ ഒരു തൊഴിലാളി സർക്കാരാണ്, ഒരു തൊഴിലാളികളുടെ ഗവൺമെന്റാണ്. ആ ഗവൺമെന്റാണ് KSRTCയിലെ പെൻഷൻകാർക്ക് 1 രൂപ പോലും തരാതെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായിട്ടാണ് ഞങ്ങൾ ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. അത് മാത്രമല്ല, ഞങ്ങൾക്കാണെങ്കിൽ ഈ കഴിഞ്ഞ 7 വർഷക്കാലമായിട്ട് ഈ പെൻഷൻ, അതായത് 1000 രൂപ ഫെസ്റ്റിവൽ അലവൻസ് ഉണ്ടായിരുന്നു. ആ ഫെസ്റ്റിവൽ അലവൻസ് വർഷങ്ങളായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത് അതുപോലും നിഷേധിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ അതിഥി തൊഴിലാളികൾക്ക് പോലും 1000 രൂപ കൊടുക്കുമ്പോൾ KSRTCയിലെ പെൻഷൻകാർക്ക് കഴിഞ്ഞ 7 വർഷമായിട്ട് LDF ഗവൺമെന്റ് ഈ 1000 രൂപ ഫെസ്റ്റിവൽ അലവൻസ് നിഷേധിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒട്ടേറെ, അതായത് മെഡിസെപ്പ് എന്ന് പറയുന്ന KSRTC പെൻഷൻകാർക്ക് അനുവദിച്ചിട്ടില്ല. അപ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ തന്നെയാണ് നിഷേധിച്ചിരിക്കുന്നത്. ഇതിനെതിരായിട്ടാണ് ഇതിനെ ചുക്കാൻ പിടിച്ചിരിക്കുന്നത് നമ്മുടെ ധനകാര്യ മന്ത്രി KN ബാലഗോപാൽ അവർ. DCC ജനറൽ സെക്രട്ടറി ഹരികുമാർ, സംസ്ഥാന ജില്ലാ നേതാക്കളായ S വസുന്ധരൻപിള്ള, KG രാജേഷ്, S വേണു, H ഹാരിസൺ, ക്ലാവറ സോമൻ തുടങ്ങിയവർ പങ്കെടുക്കും. KSRTCക്കെതിരായ നിലപാടെടുക്കുന്ന രാഷ്ട്രീയക്കാർക്കുള്ള താക്കീത് എന്ന നിലയിലാണ് കൊട്ടാരക്കര മണ്ഡലത്തിൽ നിന്നും KSRTCയുടെ പ്രതിഷേധത്തിന് തുടക്കം കുറിക്കുന്നതെന്ന് വാർത്താ സമ്മേളനത്തിൽ KG രാജേഷ്, P അനിൽ പടിക്കൽ, S വേണു, ഹാരിസൺ, ക്ലാവറ സോമൻ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തെക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട മഴ. സംസ്ഥാനത്ത് ശനിയാഴ്ചയും മഴ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ പെയ്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യത. കൊല്ലം ജില്ലയിൽ ഉൾപ്പെടെ വെള്ളിയാഴ്ച ശക്തമായ മഴ പെയ്തു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ടെങ്കിലും മത്സ്യബന്ധനത്തിന് വിലക്കില്ല. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം നടത്താൻ അനുമതിയുണ്ട്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചവറ.
സർക്കാർ സംവിധാനങ്ങളുടെ ആധുനികവൽക്കരണം വേഗത്തിലാക്കിയതിലൂടെ സേവനങ്ങൾ മികവുറ്റതാക്കാനായെന്ന് മന്ത്രി KN ബാലഗോപാൽ. കൊട്ടാരക്കര സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 15.5 കോടി രൂപയ്ക്ക് നിർമ്മിക്കുന്ന നഗരസഭാ ഓഫീസിന് തറക്കല്ലിട്ടതായും കൊട്ടാരക്കര രവി നഗറിൽ 1000 പേർക്ക് തൊഴിലുറപ്പാക്കുന്ന IT പാർക്കിന്റെ ടെൻഡർ കോൺട്രാക്ട് നടപടികൾ പൂർത്തീകരിച്ചതായും മന്ത്രി പറഞ്ഞു. 29 കോടി രൂപയ്ക്ക് കൊട്ടാരക്കര ഗണപതി ക്ഷേത്ര ഗസ്റ്റ് ഹൌസിനുള്ളിൽ നിർമ്മിക്കുന്ന പിൽഗ്രിം അമ്യൂണിറ്റി കേന്ദ്രം, 18.5 കോടി രൂപയ്ക്ക് നവീകരിക്കുന്ന കൊട്ടാരക്കര ബസ് സ്റ്റാൻഡ് എന്നിവയ്ക്ക് ഭരണാനുമതിയായതായും ബൈപ്പാസിനുള്ള ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ തുടരുന്നതായും മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. കൊട്ടാരക്കര സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നെടുവത്തൂരിലെ തിയേറ്റർ സമുച്ചയ നിർമ്മാണം ഉടൻ ആരംഭിക്കും. സർക്കാർ ജീവനക്കാർക്കായി പുതിയ ശമ്പള പരിഷ്കരണ കമ്മീഷനെയും നിയോഗിച്ചതായി മന്ത്രി അറിയിച്ചു. 1868 ഡിസംബർ 10 എന്ന് പറഞ്ഞാൽ എത്ര കാലം മുമ്പാണെന്ന് ആലോചിച്ചത്. 1868 ഒരു സബ് രജിസ്ട്രാർ ഓഫീസ് അന്നുണ്ടായിരുന്നു. തിരുവിതാംകൂറിലെ ആദ്യ ഘട്ടത്തിലുള്ള രജിസ്ട്രാർ ഓഫീസും സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ ഒന്നാണ്. ഒരു കാലത്ത് ഭൂമി എന്ന് പറയുന്നത് കൃത്യമായ കണക്കും കാര്യവും ഇല്ലാതെ കിടന്നിടത്ത് രാജഭരണകാലങ്ങളുടെ ആ കാലത്ത് ഒരു ഘട്ടത്തിൽ നമ്മുടെ തിരുവിതാംകൂർ മേഖലയിൽ ഇത് കണ്ടെടുത്തുള്ള ആധാരം, ഇങ്ങനെ ഒത്തിരി നടപടിക്രമങ്ങളിൽ കൂടിയാണ് അതിന്റെ ആധാരം ഓരോ സ്ഥലത്തും ഉണ്ടാവുന്നതിനും പിന്നീട് പട്ടയമായ സംഭവമൊക്കെ വരുന്നത്. വളരെ പ്രശസ്തമായ തകഴിയുടെ കയറെന്ന നോവലിന്റെ ഇതിവൃത്തത്തിൽ പ്രധാനം തന്നെ അന്നത്തെ കാലത്തെ ഈ ഭൂമിയുടെ അളവും ഒക്കെ എടുത്ത് ഒരു കണക്കും ഇല്ലാത്ത സ്ഥലത്ത് ഈ ആധാരമല്ല കണക്ക് ഇത് മൊത്തം സർവേ ചെയ്യുന്നതിനെ പറ്റിയൊക്കെയാണ്. ശത്രുക്കളായിട്ടുള്ളവർക്ക് അവരുടെ പേരിൽ 100, 300 ഒക്കെ ഏക്കർ എഴുതി വെച്ചു കൊടുക്കുക എന്നുള്ളത് അക്കാലത്തെ ഒരു കാര്യമാണ്. ശത്രുവാണെങ്കിൽ കരവടച്ച് മുടിയല്ല, 100 ഏക്കർ എഴുതി കൊടുക്കും. അങ്ങനെ 100 ഏക്കർ എഴുതി കൊടുത്തല്ലേ ഉണ്ടായിരുന്നത്, 500 ഏക്കർ എഴുതി കൊടുത്തല്ലേ ഉണ്ടായിരുന്നത്, കൊള്ളാമെന്ന് ഇപ്പൊ നമുക്ക് ചിന്തിക്കാമെങ്കിലും അന്ന് 100-500 ഏക്കർ ഉണ്ടെങ്കിൽ കരം കൊടുത്തിട്ട് ആള് കുഴപ്പത്തിലാവും, വലിയ വരുമാനമൊന്നുമില്ല. അങ്ങനത്തെ ഒരു കാലത്ത് ഏറ്റവും ആധുനികവൽക്കരിക്കാൻ വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇവിടെ ഇത് വന്നത്. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ സന്ദേശം യോഗത്തിൽ വായിച്ചു. കൊട്ടാരക്കര നഗരസഭാ ചെയർപേഴ്സൺ അനിത ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് SR അരുൺ ബാബു, നഗരസഭാ വൈസ് ചെയർമാൻ ഷാജു, കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ബിന്ദു, മൈലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ചന്ദ്രശേഖർ, നെടുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V വിദ്യ, രജിസ്ട്രേഷൻ ഇൻസ്പെക്ടർ ജനറൽ K മീര തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കായംകുളം കായലോര വിശ്രമ കേന്ദ്രവും ഹൗസ് ബോട്ട് ടെർമിനലും സാമൂഹ്യ വിരുദ്ധ കേന്ദ്രമാകുന്നതിൽ പരാതി. ജനകീയ പ്രതികരണവേദി പ്രവർത്തകർ വിശ്രമ കേന്ദ്രത്തിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. വായ മൂടിക്കെട്ടിയും കരിങ്കൊടി ഉയർത്തിയുമാണ് പ്രവർത്തകർ പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. കോടികൾ മുടക്കി നിർമ്മിച്ച കായംകുളം കായലോര വിശ്രമ കേന്ദ്രവും ഹൗസ് ബോട്ട് ടെർമിനലും സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് കായംകുളം ജനകീയ പ്രതികരണ വേദിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കായലോര വിശ്രമ കേന്ദ്രത്തിൽ റീത്ത് വെച്ചായിരുന്നു പ്രതിഷേധം. കരിങ്കൊടി കെട്ടിയും കറുത്ത തുണി കൊണ്ട് വായ് മൂടിക്കെട്ടിയുമാണ് പ്രവർത്തകർ സമരത്തിൽ പങ്കെടുത്തത്. പ്രതികരണവേദി പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ യാതൊരു നടപടിയും ഇവിടെ ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല. കായലിന്റെ ഭാഗമായിരുന്ന 3 ഏക്കർ സ്ഥലം അനധികൃതമായി എന്ന് സൂചിപ്പിക്കുമ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഉടമസ്ഥതയിലുള്ള കായല് 3 ഏക്കർ ഭാഗം നികത്തിയെടുത്തത് യാതൊരു അംഗീകാരവും വാങ്ങാതെയാണ്. ഈ സ്ഥലത്ത് കോടിക്കണക്കിന് രൂപ മുടക്കിയുള്ള പല വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊന്നും നഗരസഭയുടെയോ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയോ ബന്ധപ്പെട്ട വകുപ്പുകളുടെയോ യാതൊരു അനുവാദവും വാങ്ങാതെയാണ് ഈ നിർമ്മാണങ്ങൾ ഇത്രയും ഇവിടെ നടത്തിയത്. അനധികൃതമായി നിർമ്മിച്ച ഈ ചെറിയ കെട്ടിടങ്ങളും അതേപോലെ തന്നെ പലതരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും നഗരസഭ നാളിതുവരെ അംഗീകാരം കൊടുത്തിട്ടില്ല. പുളിയറ വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. നമ്മളേവരും കായംകുളത്തുകാർക്ക് ഏറെ സന്തോഷമുള്ള ഈ കായലോര വിശ്രമ കേന്ദ്രവും അനുബന്ധ കെട്ടിടങ്ങളും അടക്കമുള്ള സ്ഥാപനങ്ങളുടെയും വിശ്രമ കേന്ദ്രത്തിന്റെയും ഒക്കെ ഉദ്ഘാടനം നടന്നു. എന്നാൽ അതിനുശേഷം ഈ കായംകുളം പട്ടണം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധ കേന്ദ്രമായി ഈ പ്രദേശം മാറി എന്നുള്ളതാണ് വസ്തുത. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് കായംകുളം പ്രതികരണ വേദി ഇവിടെ പ്രതിഷേധിക്കുക. നമുക്കറിയാം, ഒരു പ്രതിഷേധം നടത്തിക്കൊണ്ട് ആ പ്രദേശത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കും എന്നുള്ള ഒരു
വലിയ പ്രതീക്ഷയൊന്നും വെച്ച് പെരുമാറുന്ന സംഘടനയല്ല കായംകുളം പ്രതികരണ വേദി. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നത്തേത് ഉൾപ്പെടെ 5 പ്രാവശ്യം റീത്ത് വെച്ച് പ്രതിഷേധിക്കുകയും ജനങ്ങളുടെ ബുദ്ധിമുട്ട് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള സംഘടനയാണ് കായംകുളം പ്രതികരണ വേദി. സോമശേഖരൻ ഉണ്ണിത്താൻ, രാജശേഖരൻ, അനിൽ പി ഡാനിയൽ, KN കൃഷ്ണകുമാർ, ബാബു കോയിക്കൽ, KP അലക്സാണ്ടർ, രാജൻ പുതിയിടം, KN ജയൻ, ശ്രീധരൻപിള്ള, രാധാകൃഷ്ണൻ, അനീഷ് ഗോപിനാഥ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. ESIC സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ശുചീകരണ പ്രവർത്തനം നടത്തി. സബ് റീജിയണൽ ഓഫീസിലെ 50ഓളം ജീവനക്കാർ ചേർന്നാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ആശ്രമം മൈതാനത്തിന്റെ നോർത്ത് ഗേറ്റിനോട് ചേർന്ന ഭാഗത്തായിരുന്നു ശുചീകരണം. ESI കോർപ്പറേഷന്റെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ചാണ് സ്വച്ഛ ഭാരത് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. ആശ്രമം മൈതാനത്തായിരുന്നു പരിപാടി. കൊല്ലം ESI സബ് റീജിയണൽ ഓഫീസ് ജീവനക്കാർ, ഡെപ്യൂട്ടി ഡയറക്ടർമാരായ ടോജിൻ തോമസ്, PB ബിജോയ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ആശ്രമം മൈതാനത്തിന്റെ വടക്കേ ഗേറ്റിനോട് ചേർന്ന ഭാഗത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. സബ് റീജിയണൽ ഓഫീസിലെ 50ഓളം ജീവനക്കാർ ശുചീകരണത്തിൽ പങ്കാളികളായി. അജൈവ ജൈവ മാലിന്യങ്ങൾ മൈതാനത്തിൽ നിന്നും ശേഖരിച്ച് തരംതിരിച്ച് പ്രത്യേകം പാക്കറ്റുകളിലാക്കി നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി കോർപ്പറേഷന് കൈമാറി. ആശ്രാമം വാർഡ് കൗൺസിലർ സുരേഷ് കുമാർ, കോർപ്പറേഷൻ അധികൃതർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പുതുയുഗ സന്ദേശയാത്രയ്ക്ക് കുണ്ടറയിൽ തുടക്കമായി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ പ്രചരണാർത്ഥമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പുതുയുഗ സന്ദേശയാത്ര സംഘടിപ്പിക്കുന്നത്. PC വിഷ്ണുനാഥ് MLA ആണ് യാത്ര നയിക്കുന്നത്. നയിക്കുന്ന പുതിയുഗ സന്ദേശയാത്ര ഈ വഴിത്താരയിലൂടെ കടന്നു വരികയാൽ ഈ വാഹനത്തിന് പിന്നാലെ നിരവധിയായ നൂറുകണക്കിനായ ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകർ ആവേശപൂർവ്വം അണിനിരന്നുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ വിളംബരത്തിന്റെ ഭാഗമായാണ് പുതുയുഗ സന്ദേശയാത്ര സംഘടിപ്പിച്ചത്. PC വിഷ്ണുനാഥ് MLA ആണ് യാത്ര നയിക്കുന്നത്. അല്പസമയം വൈകിയാണ് ഇവിടെ എത്തിയത്. പക്ഷേ നേതാക്കന്മാരെല്ലാം ഈ പുതുയുഗ സന്ദേശയാത്രയുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. ഞാനതുകൊണ്ട് ദീർഘമായി കടന്നു പോകുന്നില്ല. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കേരളത്തിന് ഒരു പുതുയുഗം ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകാൻ പോകുന്നതിൻ്റെ സന്ദേശമാണ് ഈ പുതുയുഗ യാത്രയിൽ കൂടി മുന്നോട്ട് വയ്ക്കുന്നത്. ആ യാത്ര 2-ാം തീയതി വൈകിട്ട് 4 മണിക്ക് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ എത്തിച്ചേരുകയാണ്. കേരളപുരത്ത് ഈ ഗവൺമെന്റിന്റെ ജനവിരുദ്ധതയുടെ ഒരു ഓർമ്മയുള്ള ഒരു സ്ഥലമാണ് ഈ യോഗസ്ഥലം. കാരണം അവിടെ മുംതാസ് കാഷ്യൂ ഫാക്ടറി മുമ്പ് പ്രവർത്തിച്ചിരുന്ന സ്ഥലമാണ്. ആ ഫാക്ടറി അടക്കം കേരളത്തിലെ കശുവണ്ടി ഫാക്ടറികൾ എല്ലാം തന്നെ അടച്ചു പൂട്ടിയ നയങ്ങൾ സ്വീകരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിനെതിരായിട്ടുള്ള ജനവികാരമാണ്. യാത്ര കുണ്ടറ മണ്ഡലത്തിൽ പര്യടനം ആരംഭിച്ചു. RSP കേന്ദ്ര കമ്മിറ്റി അംഗം TC വിജയൻ ഉദ്ഘാടനം ചെയ്തു. കേരളം അതിന്റെ ആത്മാവിൽ എതിരേറ്റിരിക്കുകയാണ്. കാസർഗോഡ് നിന്ന് ആരംഭിച്ച ജാഥയെ വരവേറ്റുകൊണ്ട് വിവിധ ജില്ലകൾ നൽകിയ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ആ നാടിന്റെ ജനകീയ പ്രശ്നങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട്, ജനകീയ പ്രശ്നങ്ങൾ ഉണർത്തിക്കൊണ്ട്, കേരളത്തിന്റെ ആത്മാവ് കണ്ടെത്തിക്കൊണ്ടുള്ള ഒരു പ്രയാണമായി, അതൊരു പ്രവാഹമായി അത് കേരളത്തിന്റെ വിവിധ ജില്ലകളെ താണ്ടി ഫെബ്രുവരി 28-ാം തീയതി പത്തനാപുരത്ത് പ്രവേശിക്കുന്നതോടെ കൊല്ലം ജില്ലയും ജനനായകന്റെ സാന്നിധ്യം, അതിന്റെ അനുഭവം അനുഭവിച്ചറിയാൻ പോവുകയാണ്. UDF കുണ്ടറ നിയോജക മണ്ഡലം ചെയർമാൻ കുരീപ്പള്ളി സലീം അധ്യക്ഷത വഹിച്ചു. PC വിശ്വനാഥ് MLA സ്വീകരണത്തിന് നന്ദി അറിയിച്ചു. KPCC ജനറൽ സെക്രട്ടറി KS ഗോപകുമാർ, DCC ഭാരവാഹികളായ KRV സഹജൻ, K ബാബുരാജൻ, രഘു പാണ്ഡവപുരം, നാസിമുദ്ദീൻ ലബ്ബ, മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാം വർഗീസ്, UDF നിയോജക മണ്ഡലം കൺവീനർ G വേണുഗോപാൽ, മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷെരീഫ് ചന്ദനത്തോപ്പ്, കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കുളത്തൂർ രവി, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ രാജു ഡി പണിക്കർ, AL നിസാമുദ്ദീൻ, സേവാദൾ സംസ്ഥാന ട്രഷറർ സമദ് കണ്ണനല്ലൂർ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സിന്ധു ഗോപൻ, മണ്ഡലം പ്രസിഡന്റുമാരായ G വിനോദ് കുമാർ, AK പ്രസന്നകുമാർ, വിനോദ് G പിള്ള, വിനോദ് കോണിൽ, ജയശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. കുണ്ടറ, പേരയം, പെരുനാട് എന്നീ പഞ്ചായത്തുകളിലെ പര്യടനം യാത്ര പൂർത്തിയാക്കി. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പത്തനാപുരം താലൂക്ക് സപ്ലൈ ഓഫീസ് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. 10 വർഷമായി വാടക കെട്ടിടത്തിലാണ് സപ്ലൈ ഓഫീസ് പ്രവർത്തിക്കുന്നത്. മന്ത്രി GR അനിൽ ഉദ്ഘാടനം നിർവഹിച്ചു. 10 വർഷമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന താലൂക്ക് സപ്ലൈ ഓഫീസാണ് പത്തനാപുരം മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചത്.
മന്ത്രി GR അനിൽ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. പരമാവധി കുടുംബങ്ങൾ എത്തിക്കാൻ ആദിവാസി ഉന്നതികളിൽ കഴിയുന്നവർക്ക് അവരുടെ തൊട്ടടുത്ത റേഷൻ കടയിൽ എത്തണമെങ്കിൽ 8 മുതൽ 16 കിലോമീറ്റർ വരെ സഞ്ചരിക്കേണ്ടി വരും. അത്തരം കുടുംബങ്ങൾ പലപ്പോഴും പാലിച്ച യാത്രാ ചിലവ് കണക്കിലെടുത്ത് അവരുടെ അലോട്ട്മെന്റ് തന്നെ ഉപേക്ഷിക്കുന്ന നിലപാടാണ് പലപ്പോഴും സ്വീകരിക്കുന്നത് എനിക്ക് കാണാൻ കഴിയും. അത് കണക്കിലെടുത്തുകൊണ്ടാണ് 148 ബൂത്തുകളിൽ സങ്കേതങ്ങളിൽ ഉന്നതികളിൽ ഇന്ന് നമ്മുടെ ഗവൺമെന്റിന്റെ ചിലവിൽ ഭക്ഷ്യധാന്യം എത്തിച്ചു കൊടുക്കുന്നത്. അതുപോലെ ഇവിടെ പറഞ്ഞതുപോലെ കിടപ്പ് രോഗികൾ, വന്നു വാങ്ങാൻ കഴിയാത്ത കിടപ്പ് രോഗികൾ, അത്തരം വിവരം സിവിൽ സപ്ലൈസ് വകുപ്പിലെ ആർഐമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അവർക്ക് വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന നിലപാട്. അഗതി മന്ദിരങ്ങൾ, അനാഥാലയങ്ങൾ, മതസംഘടനകൾ നടത്തുന്ന നിരവധി സ്ഥാപനങ്ങൾ അത്തരം അന്തേവാസികൾക്ക് പൂർണ്ണമായും ഭക്ഷ്യധാന്യം എത്തിച്ചു കൊടുക്കുകയാണ്. മന്ത്രി KB ഗണേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പ്രഗത്ഭരായ ഭക്ഷ്യമന്ത്രിമാരിൽ ഏറ്റവും മിടുക്കനായി മാറിയ പ്രിയപ്പെട്ട GR അനിൽ, അദ്ദേഹം ലക്ഷക്കണക്കിന് ആൾക്കാർക്കാണ് അപേക്ഷിച്ച ഉടൻ തന്നെ റേഷൻ കാർഡ് എടുക്കാൻ പറ്റിയ പഠനം ഇന്നലെ കത്ത് വേണം. അവിടെ കയറി 50 കടലാസ് പൂരിപ്പിക്കണം. വാടക താമസിക്കുന്ന കെട്ടിടത്തിന്റെ ഉടമസ്ഥന്റെ കടലാസ് വേണം. ഇങ്ങനെ തർക്കമൊന്നും ഉറപ്പുവരുത്തി വരുമ്പോഴത്തേക്ക് ഒരു 10-15 കടലാസ് കൊടുത്താൽ ഈ റേഷൻ കാർഡ് കിട്ടുന്നത്. പക്ഷേ ഇപ്പൊ റേഷൻ കാർഡ് ഒരു ശരിക്കും പറഞ്ഞാൽ ഐഡന്റിറ്റി കാർഡ് തന്നെയാണ് റേഷൻ കാർഡ്. ആ റേഷൻ കാർഡ് വളരെ വേഗത്തിൽ ലഭിക്കാൻ, അത് സുഖമില്ലാത്ത ആളുകളെ വീട്ടിൽ റേഷൻ വാങ്ങി വീട്ടിലെത്തിച്ചു കൊടുക്കാൻ ഓട്ടോറിക്ഷ തൊഴിലാളിയുമായി സഹകരിച്ച് ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ജനകീയമായ കാര്യങ്ങളാണ്. ഈ 5 വർഷം മുമ്പ് അദ്ദേഹത്തിന് ഒരു മന്ത്രി എന്ന നിലയിൽ വളരെ ജനകീയമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ഓണക്കാലത്ത് നമ്മുടെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വഴി നമ്മുടെ ലാഭം ഹോർട്ടികോർപ്പ് ചെയർമാൻ അഡ്വക്കേറ്റ് S വേണുഗോപാൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷീജ ഷാനവാസ്, ശുഭകുമാരി, ഷേർലി ഗോപിനാഥ, മഞ്ജു BM, പഞ്ചായത്ത് അംഗം അനസ് പടിഞ്ഞാറ്റേതിൽ, കേരള കോൺഗ്രസ് ജെ ജില്ലാ പ്രസിഡന്റ് ഡെന്നി വർഗീസ്, പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ ഹിമ K, റേഷനിംഗ് ഡെപ്യൂട്ടി കൺട്രോളർ സ്മിത ജോർജ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ വീണ്ടും. അഞ്ചലിൽ ഓട്ടോറിക്ഷയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് അപകടം. ഓട്ടോറിക്ഷ ഡ്രൈവർ മരിച്ചു. അഞ്ചൽ ചണ്ണപ്പേട്ട സ്വദേശി പ്രവീണാണ് മരിച്ചത്. സർക്കാർ സംവിധാനങ്ങളുടെ ആധുനികവൽക്കരണം വേഗത്തിലാക്കിയതിലൂടെ സേവനങ്ങൾ മികവുറ്റതാക്കാനായെന്ന് മന്ത്രി KN ബാലഗോപാൽ. കൊട്ടാരക്കര രവി നഗറിൽ 1000 പേർക്ക് തൊഴിലുറപ്പാക്കുന്ന IT പാർക്കിന്റെ ടെൻഡർ കോൺട്രാക്ട് നടപടികൾ പൂർത്തീകരിച്ചതായും മന്ത്രി. കൊട്ടാരക്കര സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. തെക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട മഴ. സംസ്ഥാനത്ത് ശനിയാഴ്ചയും മഴ സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.